അധികമായിട്ട് എണ്ണയോ നെയ്യോ ഒന്നും ചേർക്കാതെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ ബിരിയാണിയാണ്. 1 കിലോ അരിയിലേക്ക് 1.5 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. 4-5 സവാള അരിഞ്ഞെടുക്കുക. കുറഞ്ഞ എണ്ണയിലിട്ട് ഒന്ന് വാട്ടിയെടുക്കുക. ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചതച്ചെടുക്കുക. ഒരു 4 തക്കാളിയും എടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെയുള്ള ബിരിയാണി മസാലയുടെ പാക്ക് വാങ്ങി അതൊന്ന് പൊടിച്ചെടുത്താൽ മതി. അതൊന്ന് പൊടിച്ച് മാറ്റി വെക്കുക. അപ്പോഴേക്കും സവാളയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. കുറഞ്ഞ വെളിച്ചെണ്ണ മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത് ചേർത്ത് കൊടുക്കുക. അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളിയും ചേർത്ത് കൊടുക്കുക. പിന്നെ ഓരോന്നായിട്ട് മസാലകൾ ചേർത്ത് കൊടുക്കുക. മഞ്ഞൾ, മുളക്, മല്ലി എന്നിവയൊക്കെ ആവശ്യത്തിന് ചേർത്ത് കൊടുത്ത് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള മസാല പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആ മസാലകളെല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക. തക്കാളിയൊക്കെ ഒന്ന് വേവുന്നവരെ ചെറു തീയിലിട്ട് ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക. ഇനി നമുക്ക് വേണ്ടത് അധികം പുളിയില്ലാത്ത തൈരാണ്. 1/2 കപ്പ് തൈരും കൂടെ ഒഴിച്ചു കൊടുക്കുക. ഇനി അതെല്ലാം കൂടെ ഒരിക്കൽ കൂടി ഇളക്കി കൊടുത്ത് ആ തക്കാളിയൊക്കെ ഒന്ന് വേവാൻ വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് കൊടുക്കുക. അപ്പോഴേക്കും നമുക്ക് അരി വേവിക്കേണ്ടതുണ്ട്. അരി വേവാനുള്ള വെള്ളം ഞാൻ അപ്പുറത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി 1 കിലോ അരി എടുത്തിട്ടുണ്ട്. അത് നന്നായി കഴുകിയെടുക്കുക. വെള്ളം തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അരി അതിലേക്കിട്ട് പാകത്തിന് വേവിച്ചെടുക്കണം. അരി നല്ലോണം വേവിച്ചെടുക്കരുത്. ഒരു 80% വേവാകുമ്പോൾ വാർത്തെടുക്കണം. ഇനി നമ്മൾ മൂടി വെച്ച മസാലയിലേക്ക് ചിക്കനും കൂടെ ചപ്പ് പുതിന ഇലയും കൂടെ ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക. ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ബിരിയാണി മസാലയുടെ പൊടിയാണ്. നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങി പാക്കായി വാങ്ങി കിട്ടുന്നതില്ലേ, അതിൽ നിന്ന് ഒരു 1/2 ടീസ്പൂൺ എടുത്ത് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. റൈസ് പാകത്തിന് വേവിച്ചെടുത്തിട്ടുണ്ട്. മുഴുവനായിട്ടും വെന്ത് കുഴയാത്തതിന് മുന്നേ തന്നെ അത് വാർത്തെടുക്കണം. ചിക്കനും ചോറും മിക്സ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു വാഴയില വെച്ച് അതിലേക്ക് റൈസ് ഇട്ട് കൊടുക്കുക. നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള ഗരം മസാലയുടെ പൗഡർ ഉണ്ടല്ലോ, അതും കൂടെ ഇടയ്ക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യും കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് ഒരു സവാള കനം കുറച്ചരിഞ്ഞ് ചേർത്ത് കൊടുക്കുക. കൂടെ കാഷ്യൂം കിസ്മിസൊക്കെ ചേർത്ത് കൊടുക്കുക. ഇനി ഒരു 15 മിനിറ്റ് കുറഞ്ഞ തീയിൽ ദം ചെയ്ത് വേവിച്ചെടുക്കുക. ഒരു അരമണിക്കൂറെങ്കിലും അങ്ങനെ വെച്ചതിന് ശേഷം ഓപ്പൺ ചെയ്ത് ചിക്കനും റൈസും നിങ്ങൾക്ക് വെവ്വേറെ ആയിട്ട് മാറ്റി വെക്കാം. ഇനി ചിക്കൻ മാറ്റിയതിന് ശേഷം ആ മസാലയിലേക്ക് റൈസ് ഇട്ട് അത് നന്നായിട്ട് അതിലിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. മസാലയൊക്കെ അതിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മസാല കുത്തുകളൊന്നും ഇല്ലാത്ത ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. താങ്ക് യു.